നമുക്കിന്ന് നമ്മുടെ ഒരു ഗൂഗിൾ അക്കൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ജിമെയിൽ അക്കൗണ്ട് എങ്ങനെ പെർമനന്റായി ഡിലീറ്റ് ചെയ്ത് മാറ്റാം എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമുക്ക് ആവശ്യമില്ലാത്തൊരു അക്കൗണ്ട് മറ്റുള്ളവർ കാണണ്ടെന്നുണ്ടെങ്കിൽ അതിനെങ്ങനെ പെർമനന്റായി ഡിലീറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം. ഇതിനായി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നേരെ നമ്മുടെ ജിമെയിലിലേക്ക് പോകുന്നു. ജിമെയിലിൽ നിന്നും നമ്മുടെ ആ ഒരു അക്കൗണ്ട്, ഏത് അക്കൗണ്ടാണ് ഡിലീറ്റ് ചെയ്യാനുള്ളത് ആ അക്കൗണ്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിനു ശേഷം ആ ഏറ്റവും മുകളിൽ കാണുന്ന ആ ഒരു, നിങ്ങൾക്കറിയാം, ആ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ളിടത്തായി നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു അക്കൗണ്ടും അതിനകത്തുള്ള ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം കാണാൻ സാധിക്കും. അതിൽ തന്നെ ഇപ്പുറത്തേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഡേറ്റ ആൻഡ് പ്രൈവസി എന്നൊരു ഓപ്ഷൻ കാണും. നിങ്ങൾ ആ ഡേറ്റ ആൻഡ് പ്രൈവസിയിലേക്ക് വരിക. ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ കുറച്ച് പുറകിലേക്ക് താഴേക്ക് പോവുക. കുറച്ച് താഴേക്ക്, ഏറ്റവും താഴേക്ക് പോകുന്ന സമയത്തായി നിങ്ങൾക്ക് ഇവിടെ കാണാം ഡിലീറ്റ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഡിലീറ്റ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ളത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫിംഗർ പ്രിന്റോ അല്ലെങ്കിൽ നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് എന്നാണ് പറഞ്ഞാൽ അവിടെ കൊടുക്കാൻ പറയും. ഞാനിപ്പോൾ ഒരു ഫിംഗർ പ്രിന്റ് കൊടുത്തു. അത് നമ്മുടെ ആണെന്ന് കൺഫേം ചെയ്യുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഫിംഗർ പ്രിന്റ് കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്ത ഓപ്ഷനിലേക്ക് കടക്കും. ഫിംഗർ പ്രിന്റ് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇതുപോലെ ഒരു ഓപ്ഷനിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതിൽ നിങ്ങൾ ഏറ്റവും താഴേക്കായി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരും നിങ്ങളുടെ ഏതൊക്കെ ഓപ്ഷൻസ് ആണ് ഡിലീറ്റ് ആവാൻ പോകുന്നതെന്ന്. നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് ഡിലീറ്റ് ആവും, നിങ്ങളുടെ യൂട്യൂബിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്യപ്പെടും, നിങ്ങളുടെ കലണ്ടറിൽ എന്തെങ്കിലും ഇവന്റുകൾ ഉണ്ടെങ്കിൽ ഇവയെല്ലാം ഡിലീറ്റ് ചെയ്യുമെന്നാണ് ഗൂഗിൾ ഇവിടെ പറയുന്നത്. തുടർന്ന് താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് നിങ്ങൾ അക്നോളജ് ചെയ്യുന്നുണ്ടോ ഈ ഒരു ഡിലീഷൻ എന്നുള്ളതാണ്. നമ്മളത് എസ് കൊടുക്കുന്നു. കൂടാതെ താഴെയായിട്ട് ഐ വാണ്ട് പെർമനന്റ്ലി ഡിലീറ്റ്, ഒരു കൺഫർമേഷൻ ഒരിക്കൽ കൂടി ഗൂഗിൾ നമ്മളോട് ചോദിക്കുകയാണ്. അപ്പോൾ ഞാനത് വീണ്ടും കൺഫർമേഷൻ കൊടുത്തു, ഞാൻ പെർമനന്റായി ഈ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണെന്നുള്ളത്. തുടർന്ന് നമുക്ക് ഡിലീറ്റ് അക്കൗണ്ട് എന്നുള്ള ഏറ്റവും താഴെ കാണുന്ന ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഇവിടെയായി നിങ്ങളുടെ യുവർ ഗൂഗിൾ അക്കൗണ്ട് ആൻഡ് ആൾ ഇറ്റ്സ് ഡാറ്റ ഹാവ് ബീൻ ഡിലീറ്റഡ് എന്നൊരു സാധനം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു അക്കൗണ്ട് പൂർണ്ണമായും ഡിലീറ്റ് ആയി പോയിരിക്കുകയാണ്. അപ്പോൾ ഇതിന് വേണമെങ്കിൽ നമുക്ക് റിക്കവർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. വേണമെങ്കിൽ അത് പരിശോധിക്കാം. ഒരു ബോണസ് ടിപ്പ് എന്ന രീതിയിൽ നമുക്ക് എങ്ങനെ റിക്കവർ ചെയ്യുന്നതിലും കൂടെ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. അപ്പോൾ അതിനായി അവർ പറയുന്നത് അക്കൗണ്ട് റിക്കവറി, അതായത് നിങ്ങൾക്ക് അക്കൗണ്ട് തിരിച്ചെടുക്കണമെങ്കിൽ നിങ്ങളുടെ റിക്കവർ യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് അവിടെ നിങ്ങളുടെ ഇമെയിലോ അല്ലെങ്കിൽ ഫോൺ നമ്പറോ കൊടുക്കുവാനാണ് പറയുന്നത്. അപ്പോൾ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ അക്കൗണ്ട് പൂർണ്ണമായും ഇവിടെ നിന്ന് ഡിലീറ്റ് ആയി എന്നുള്ളതാണ്. ഇനി നമുക്ക് ഒന്നുകൂടി ആ അക്കൗണ്ടിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇപ്പോൾ നമ്മുടെ അക്കൗണ്ട് നേരത്തെ നമ്മൾ ആദ്യം കണ്ട ആ സ്ഥലത്തേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു അക്കൗണ്ട് ഇവിടെ കാണുന്നില്ല. മറ്റുള്ള 2 അക്കൗണ്ടുകൾ മാത്രമേ ഉള്ളൂ. ആ അക്കൗണ്ട് ഇവിടെ നിന്നും ഡിലീറ്റ് ആയി പോയിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾക്ക് പെർമനന്റായി ഡിലീറ്റ് ചെയ്യുവാൻ സാധിക്കും. അതിന് റിക്കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ കാണിച്ച പോലെ റിക്കവറി ഇമെയിലിലേക്ക് പോയി, അല്ലെങ്കിൽ റിക്കവറി നിങ്ങളുടെ പഴയ നിങ്ങളുടെ മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റുള്ള ഏതെങ്കിലും റിക്കവറി മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മെയിൽ ഐ ഡിയിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ചെടുക്കാനുള്ള ഓപ്ഷൻ ഗൂഗിൾ തരുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് പെർമനന്റായി ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള ഒരാളിനും ഇത്തരമൊരു ഡേറ്റയോ ആ ജിമെയിൽ അക്കൗണ്ടോ പിന്നീട് വീണ്ടെടുക്കുവാൻ സാധിക്കില്ല. അപ്പോൾ